ഡീപ്പ് ഫൗണ്ടേഷൻസ് ബിൽഡിംഗ് ഫൗണ്ടേഷനിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്ത്ത് അതിൻ്റെ വിഡ്ത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ അധികമാണെങ്കിൽ അത്തരത്തിലുള്ള ഫൗണ്ടേഷൻസിനെയാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെപ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ വിൽ ബി ഹയർ ഓർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഡീപ്പ് ഫൗണ്ടേഷനിൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്, പൈൽ ഫൗണ്ടേഷൻസും അതുപോലെ തന്നെ വെൽ ഫൗണ്ടേഷൻസും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പൈൽ ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. പൈൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ ലോഡ് ടോപ്പ് സർഫസിലുള്ള സോയിലിന് ബെയറിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് കുറച്ച് താഴത്തുള്ള അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്ട്രാറ്റയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്കിൽ അത്തരം ഏരിയാസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷനെയാണ് പൈൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ നോർമൽ സോയിൽ ലെവലിൽ അല്ലെങ്കിൽ സോയിൽ സ്ട്രാറ്റയ്ക്ക് ബിയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ കുറച്ച് അണ്ടർഗ്രൗണ്ടിൽ ലേ ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് സ്ട്രാറ്റയിലേക്കാണ് ഈ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ട സിറ്റുവേഷൻ എങ്കിൽ ആ ഏരിയയിൽ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻസാണ് പൈൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. സോ പൈൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെപ്ത്ത് കുറച്ച് അധികമായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ ഒരു പൈൽ ഫൗണ്ടേഷൻസിനെ നമ്മളൊരു ഡീപ്പ് ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഈ പൈൽ ഫൗണ്ടേഷൻസ് കോൺക്രീറ്റ്, സ്റ്റീൽ, ടിമ്പർ അല്ലെങ്കിൽ അതിലേതെങ്കിലും രണ്ടോ അതിലധികമോ മെറ്റീരിയൽസിൻ്റെ ഒരു കോമ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ വരുന്ന ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ ലൈവ് ആൻഡ് ഡെഡ് ലോഡിനെ യൂണിഫോമിലി താഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ ഈ ഒരു പൈൽ ഫൗണ്ടേഷൻസ് കൊടുക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എന്നുള്ളതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കൊരു 10 to 15 മീറ്റർ ഡെപ്തിൽ ഹാർഡ് സോയിൽ സ്ട്രാറ്റ് അവൈലബിൾ ആണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പൈൽ ഫൗണ്ടേഷൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വളരെയധികം ഡെഡ് ആൻഡ് ലൈവ് ലോഡ്സ് നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നും വരുന്നുണ്ട് അല്ലെങ്കിൽ അതിനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് പൈൽ ഫൗണ്ടേഷൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻസ് വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലാൻഡ് ഏരിയ ആണെങ്കിൽ സോ ആ ഏരിയയിൽ സ്ട്രക്ചറിൻ്റെ ഒരു സേഫ്റ്റി കൺസേൺ വെച്ചിട്ട് നമുക്ക് പൈൽ ഫൗണ്ടേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഷാലോ ഫൗണ്ടേഷനിൽ വരുന്ന ഗ്രില്ലേജ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ അസംബ്ലി അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ എക്കോണമിക്കൽ അല്ല, വളരെയധികം എക്സ്പെൻസീവ് ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിന് പകരം പൈൽ ഫൗണ്ടേഷൻസ് ഉപയോഗിക്കാം. അതുപോലെ സീ ഷോറിൽ അല്ലെങ്കിൽ റിവർ ബെഡിലൊക്കെ വെള്ളത്തിൻ്റെ സ്കൗറിങ് ആക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയാസിലൊക്കെ നമുക്ക് പൈൽ ഫൗണ്ടേഷൻസ് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ബിയറിംഗ് കപ്പാസിറ്റി കുറവാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പൈൽ ഫൗണ്ടേഷൻ പോസിബിളാണ്. കനാൽ അല്ലെങ്കിൽ ഡീപ്പ് ഡ്രെയിനേജ് ലൈൻസ് എല്ലാം ഉള്ള ഏരിയാസിൽ, അതുപോലെ തന്നെ ടോപ്പ് ലെയർ എക്സ്പാൻസീവ് ആണ്, ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ് എക്സ്പാൻസീവ് ടൈപ്പ് ആയിട്ടുള്ള സോയിലാണ് ടോപ്പ് ലെയറിലെങ്കിലും അത്തരം ഏരിയാസിലും നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള പൈൽ ഫൗണ്ടേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൽ ഫൗണ്ടേഷൻസ് നമ്മൾ മെയിൻലി രണ്ട് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ബേസ്ഡ് ഓൺ ഫങ്ഷനും ദെൻ മെറ്റീരിയൽ ബേസിലും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ആണ്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. സോ പൈൽ ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ഓർ യൂസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആണ് പൈൽ ഫൗണ്ടേഷൻസിന് വരുന്നത്. ഫസ്റ്റ് വൺ ലോഡ് ബിയറിംഗ് പൈൽസും സെക്കൻഡ് വൺ നോൺ ലോഡ് ബിയറിംഗ് പൈൽസും. ഓക്കെ, സോ ലോഡ് ബിയറിംഗ് പൈൽസിൽ എൻഡ് ബിയറിംഗ് പൈലും ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്ന രണ്ട് സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നോൺ ബിയറിംഗ് അല്ലെങ്കിൽ നോൺ ലോഡ് ബിയറിംഗ് പൈൽസിൽ കോമ്പാക്ഷൻ പൈൽസ്, ഷീറ്റ് പൈൽസ്, ആങ്കർ പൈൽസ്, ബാറ്റർ പൈൽസ്, ഫെൻഡർ പൈൽസ്, അങ്ങനെ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് നോൺ ലോഡ് ബിയറിംഗിൽ വരുന്നത്. ടോട്ടലി 7 ക്ലാസിഫിക്കേഷൻസ് ആണ് ലോഡ് ബിയറിംഗ് പൈൽസും നോൺ ലോഡ് ബിയറിംഗ് പൈൽസും. സോ ആ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിൽ നിന്നും വരുന്ന ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് നമ്മൾ കൊടുക്കുന്ന പൈൽ ഫൗണ്ടേഷൻ ഉള്ളത് എങ്കിൽ അതിനെയാണ് നമ്മൾ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറയുന്നത്. അത് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്, എൻഡ് ബിയറിംഗും ഫ്രിക്ഷൻ പൈൽസും. നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തൊട്ട് മുമ്പ് പറഞ്ഞ രീതിയിൽ ടോപ്പ് സ്ട്രക്ചറിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഡ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് വെർട്ടിക്കലി വരുന്ന ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നോൺ ലോഡ് ബിയറിംഗ് ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോയിലിന്
വീക്ക് സോയിലാണ്, അതിന് ഫ്ലോ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ മെഷീനറിയുടെ ഫൗണ്ടേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ സോയിൽ കൺസേർവ് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സോയിൽ ഇറോഷൻ പോലുള്ള പ്രശ്നങ്ങൾ വഴി ഒഴുകി പോവാതെ സോയിലിനെ അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് പൊസിഷനിൽ അതുപോലെ തന്നെ നിലനിർത്താൻ അത്തരത്തിലുള്ള ഏരിയാസിലെല്ലാം നമ്മൾ നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് അതിൻ്റെ മുകളിൽ വരുന്ന സ്ട്രക്ചറിൽ നിന്നുള്ള വെർട്ടിക്കൽ ലോഡ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. ആ സോയിലിൻ്റെ ആ ഒരു നിലനിൽപ്പിന് അല്ലെങ്കിൽ ആ സോയിലിനെ അവിടെ അതിൻ്റെ എക്സിസ്റ്റിംഗ് പൊസിഷനിൽ സ്റ്റേബിളാക്കി നിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻസിനെയാണ് നമ്മൾ നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറയുന്നത്. അത് ഒരു 5 തരത്തിലുണ്ട്: കോമ്പാക്ഷൻ, ഷീറ്റ്, ആങ്കർ, ബാറ്റർ, ഫെൻഡർ പൈൽസ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എൻഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 10 മുതൽ 15 മീറ്റർ വരെ ആഴത്തിൽ, ഡെപ്തിൽ നമുക്കൊരു ഹാർഡ് സ്ട്രാറ്റ അവൈലബിൾ ആണെങ്കിൽ അത്തരം ഏരിയയിൽ നമ്മൾ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഡ് ബിയറിംഗ് ടൈപ്പിലുള്ള പൈൽസിനെയാണ് എൻഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ പൈൽ എന്ന് പറഞ്ഞാലും ലോഡ് ബിയറിംഗ് പൈലാണ്. ഇവിടെ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു പൈലിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ആ ഒരു പൈലിന് കിട്ടുന്നത് അതിൻ്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചാണ് എങ്കിൽ അത്തരം പൈൽസിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു പെർട്ടിക്കുലർ ഡെപ്തിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും അതിന് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് അതിന് മുകളിൽ വരുന്ന ലോഡിനെ ആ ഒരു ഫ്രിക്ഷൻ പൈൽസ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ പറയുന്നത് സ്കിൻ ഫ്രിക്ഷൻ എന്നാണ്. ഓക്കെ, സോ അതിൻ്റെ ഫിഗേഴ്സ് നമുക്ക് നോക്കാം. ഈ കാണുന്ന 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞ ലോഡ് ബിയറിംഗ് ടൈപ്പിൽ വരുന്ന 2 ക്ലാസിഫിക്കേഷൻസ്. ഫസ്റ്റ് വൺ എൻഡ് ബിയറിംഗ് പൈൽസ് ആണ്. സോ അതിൻ്റെ എൻഡ് ടാപ്പേഡ് ആയിട്ട് ഒരു ഹാർഡ് സ്ട്രാറ്റയിൽ പ്ലേസ് ചെയ്ത് നമുക്ക് കാണാം. സോ മുകളിൽ നിന്ന് വരുന്ന ലോഡിനെ ഈ ഒരു ഹാർഡ് സ്ട്രാറ്റയിലേക്ക് അത് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സെക്കൻഡ് കേസിൽ നമുക്ക് ഫ്രിക്ഷൻ പൈലിൻ്റെ ഫിഗർ കാണാം. ഇതിലൊരു ഹാർഡ് സ്ട്രാറ്റ നമുക്ക് താഴത്ത് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ നമുക്കവിടെ ഒരു ടോപ്പ് ഡയറക്ഷനിൽ നമുക്കൊരു ആരോ മാർക്ക് കാണാം. അതാണ് ആക്ച്വലി ആ ഒരു സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മുകളിൽ വരുന്ന ആ ലോഡിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന റിയാക്ഷൻ ആണ് ആക്ച്വലി ഫ്രിക്ഷണൽ ഫോഴ്സ് വഴി ഉണ്ടാവുന്നത്. ആ ഫോഴ്സാണ് അവിടെ സ്കിൻ ഫ്രിക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നോൺ ലോഡ് ബിയറിംഗ് പൈൽസിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കോമ്പാക്ഷൻ പൈൽസ് എന്നുള്ളത്. സോ കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിനെ നമ്മൾ കോമ്പാക്റ്റ് ചെയ്ത് അതിൻ്റെ ലൂസ് പ്രോപ്പർട്ടി ഒഴിവാക്കി ഹാർഡാക്കി മാറ്റുന്ന ഒരു പ്രൊസീജിയറാണ് കോമ്പാക്ഷനിൽ വരുന്നത്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോയിൽ വളരെ ലൂസാണ് എങ്കിൽ ആ സോയിലിൻ്റെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി എൻഹാൻസ് ചെയ്ത് അതിന് മുകളിൽ വരുന്ന സപ്പോർട്ടിംഗ് സ്ട്രക്ചറിനെ നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സോയിലിൻ്റെ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് പൈലാണ് കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുന്നത്. സോ ഹിയർ ദ ഫൗണ്ടേഷൻ സോയിൽ അവൈലബിൾ ഈസ് വെരി ലൂസ്, സോ വി യൂസ് കോമ്പാക്ഷൻ പൈൽസ് ഓക്കെ ടു ഇൻക്രീസ് ദി ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോഡ് ക്യാരിയിങ് പൈൽസ് അല്ല. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോയിലിൻ്റെ കോമ്പാക്ഷൻ അല്ലെങ്കിൽ കോമ്പാക്റ്റീവ് സ്ട്രെങ്ത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈലാണ്. ഓക്കെ, സാൻഡ് പൈൽസിനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ കോമ്പാക്ഷൻ പൈൽസ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് അതിന് ഫർദർ പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ 2 പൈൽസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 ഡയറക്ഷനിൽ നിന്നും വരുന്ന ആ ഒരു റിയാക്ഷൻ അതാണ് ആക്ച്വലി അവിടെ ലാറ്ററൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഫോഴ്സ് വഴി നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ലൂസ് സോയിലിനെ അതിൻ്റെ ഉള്ളിൽ സ്റ്റേബിളാക്കി നിർത്താൻ പറ്റും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറിയാണ് അവിടെ ആക്ച്വലി വർക്കൗട്ട് ആയിട്ടുള്ളത്. സോ ഇതാണ് കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഷീറ്റ് പൈൽസ് ആണ്. ഷീറ്റ് പൈൽസ് എന്ന് പറഞ്ഞാൽ ടു റീറ്റെയിൻ എർത്ത് ഓർ ടു റെഡ്യൂസ് സീപ്പേജ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. നമുക്ക് നമ്മുടെ കോമ്പാക്ഷൻ പൈൽ പറഞ്ഞ പോലെ തന്നെ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോയിലിനെ അവിടെ തന്നെ നിലനിർത്താനും അതുപോലെ തന്നെ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ ഡാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ താഴത്തു നിന്നും മണ്ണ് ഒഴുകിപ്പോകുന്നതെല്ലാം ഒഴിവാക്കുവാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈൽസിനെയാണ് ആക്ച്വലി ഷീറ്റ് പൈൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്റ്റീൽ, ടിമ്പർ അല്ലെങ്കിൽ കോൺക്രീറ്റ് എല്ലാം ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി ഒരു ഷീറ്റ് ലൈക്ക് മെമ്പറിനെയാണ് നമ്മൾ ഷീറ്റ് പൈൽസ് എന്ന് പറയുന്നത്. ബേസിക് ഫംഗ്ഷൻ എന്ന്
പറഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉള്ള ആ ഒരു പൈലിനെയാണ് ഷീറ്റ് പൈൽസ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോഡ് ബിയറിംഗ് പൈൽസ് അല്ല. ഓക്കെ, സോ അതിൻ്റെ യൂസസ് ആണ് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ടു റിറ്റെയിൻ സൈഡ്സ് ഓഫ് എക്സ്കവേഷൻ, നമ്മൾ വലിയ കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള മണ്ണ് ഫർദർ നഷ്ടപ്പെടാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സൈഡിലെല്ലാം ഷീറ്റ് പൈൽസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ റീറ്റെയിനിങ് വാൾസിൻ്റെ കൺസ്ട്രക്ഷനിൽ ഫൗണ്ടേഷനായിട്ട് സോയിൽ മൂവ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷീറ്റ് പൈൽസ് ഉപയോഗിക്കാം. റിവർ ബാങ്ക്സിൽ ഷീറ്റ് പൈൽസ് ഉപയോഗിക്കാം. അതുപോലെ ഡാംസിൻ്റെ ബോട്ടത്തിൽ വരുന്ന സീപ്പേജ്, വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കോസ്റ്റൽ ഡിഫൻസ് വർക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് പൈൽസ് ഉപയോഗിക്കാം. ദെൻ ഐസൊലേറ്റ് ദ മെഷീൻ ഫൗണ്ടേഷൻ, വലിയ മെഷീനറിയുടെ ഫൗണ്ടേഷൻസിനെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് പൈൽസ് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആങ്കർ പൈൽ. ആങ്കർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ആങ്കറേജ് എഗെയിൻസ്റ്റ് പുള്ളിങ് ഓർ പുഷിംഗ് ഫോഴ്സ്. പുള്ളിംഗ് ഫോഴ്സിനും പുഷിംഗ് ഫോഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പൈൽസിനെയാണ് ആക്ച്വലി ആങ്കർ പൈൽസ് എന്ന് പറയുന്നത്. അതായത് റിട്ടൈൻ ചെയ്യുന്ന എർത്തിൻ്റെ ഫോഴ്സ്, പുള്ളിംഗ് ഫോഴ്സോ പുഷിംഗ് ഫോഴ്സിനെയോ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ആങ്കറേജ് ഫോഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈൽസിനെയാണ് ആങ്കർ പൈൽസ് എന്ന് പറയുന്നത്. ബാറ്റർ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് പൈൽസ് ആണ്. അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി ഓഫ് സ്ലോപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈൽസിനെയാണ് ബാറ്റർ പൈൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് പോർട്സ്, ഹാർബേഴ്സ്, അതുപോലെ ബോട്ട് ജെട്ടീസ് എക്സെട്ര അത്തരത്തിലുള്ള ഏരിയാസിലാണ് നമ്മൾ ബാറ്റർ പൈൽസ് ഉപയോഗിക്കുന്നത് ഇൻക്ലൈൻഡ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫെൻഡർ പൈൽസ്, ഇതും നമ്മൾ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോട്ട് ജെട്ടീസിൽ അത്തരത്തിലുള്ള ഏരിയാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ഏരിയാസിൽ വരുന്ന ഷിപ്പ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ് വഴി ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈൽസിനെയാണ് നമ്മൾ ഫെൻഡർ പൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 3 പൈൽസിൻ്റെ ഫിഗേഴ്സാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആങ്കർ പൈൽസ്. നമുക്കറിയാം അവിടെ ഒരു ആങ്കിൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും അതിന് താഴത്തേക്ക് 3 സപ്പോർട്ടുമായിട്ട് കൊടുത്തൊരു സ്ട്രക്ചർ കാണാം. ഇവിടെയാണ് ഈ ഒരു ആങ്കർ പൈൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഇനീഷ്യൽ ആയിട്ട് നമുക്കൊരു വെർട്ടിക്കൽ പ്ലേറ്റ് കൂടെ കാണാം. നമുക്ക് അവിടെ വരുന്ന ലോഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ് ഈ ഒരു ആങ്കർ ഷേപ്പ്ഡ് പൈൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ ബാറ്റർ പൈൽസ്, അവിടെ സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ സി ഇൻക്ലൈൻഡ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്റർ പൈൽസ് ഉപയോഗിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഷീറ്റ് പൈൽ അവിടെ ഫിഗർ നമ്പർ ബി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ ഷീറ്റ് നമ്മുടെ ഒരു സോയിലിൻ്റെ ലൂസ് സോയിലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഫെൻഡർ പൈൽ, ജസ്റ്റ് ലൈക്ക് ഷീറ്റ് പൈൽ, ഫെൻഡർ പൈൽസും നമ്മൾ മെയിൻലി വാട്ടറിൽ നിന്ന് വരുന്ന ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ് എന്ന് അല്ലെങ്കിൽ ഷിപ്പ് പോലുള്ള ഏരിയാസിൽ വരുന്ന ഫ്ലോട്ടിംഗ് ഫോഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈൽസിനെയാണ് ഫെൻഡർ പൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ക്ലാസിഫിക്കേഷൻസാണ് പൈൽ ഫൗണ്ടേഷൻ വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ലോഡ് ബിയറിംഗ് പൈൽസും നോൺ ലോഡ് ബിയറിംഗ് പൈൽസും. ലോഡ് ബിയറിംഗ് പൈൽസിൽ എൻഡ് ബിയറിങ്ങും ഫ്രിക്ഷൻ പൈൽസും, അതിനുശേഷം വന്ന കോമ്പാക്ഷൻ അല്ലെങ്കിൽ ഫർദർ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, കോമ്പാക്ഷൻ, ഷീറ്റ്, ആങ്കർ, ബാറ്റർ, ഫെൻഡർ. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് വരുന്നത് നോൺ ലോഡ് ബിയറിംഗ് പൈൽസിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പൈൽ ഫൗണ്ടേഷൻസ് ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്. സോ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻ ഓർ യൂസ് ആയിരുന്നു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് പൈൽ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് യൂസ്ഡ്. സോ ഏത് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വരുന്ന ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് വരുന്നത്. സോ അതിൽ 6 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ കോൺക്രീറ്റ് പൈൽ, സെക്കൻഡ് വൺ സ്റ്റീൽ പൈൽസ്, തേർഡ് വൺ കാസ്റ്റ് അയൺ പൈൽസ്, ഫോർത്ത് ടിമ്പർ പൈൽസ്, ഫിഫ്ത്ത് വൺ കോമ്പോസിറ്റ് ആൻഡ് സിക്സ്ത് വൺ സാൻഡ് പൈൽസ്. 6 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ആ ടേംസിൽ പറയുന്ന പോലെ തന്നെ ഏത് മെറ്റീരിയലാണോ ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ പേര് കണക്ട് ചെയ്തിട്ടാണ് ആ പൈൽസിന് പേര് കൊടുത്തിട്ടുള്ളത്. സോ കോൺക്രീറ്റ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കോൺക്രീറ്റ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് ആയിരിക്കും. സോ ഈ ഒരു കോൺക്രീറ്റ് പൈൽ 2 തരത്തിലാണുള്ളത്. കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് പൈൽസും പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈൽസും. 2 കോൺക്രീറ്റ് പൈൽസ് ആണുള്ളത്. ആ പേരിൽ തന്നെ ഉണ്ട്. കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഈ ഒരു പൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആ സൈറ്റിൽ കാസ്റ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന പൈൽസിനെയാണ് കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് പൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് പൈൽസിന് 2 സബ് ക്ലാസിഫിക്കേഷൻസും കൂടിയുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസും അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസും. സോ കോൺക്രീറ്റ് പൈലിലെ ഫസ്റ്റ് വൺ കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ്, സൈറ്റിൽ
എക്സിക്യൂട്ട് ചെയ്യുന്ന പൈൽസിനെയാണ് കാസ്റ്റ് ഇൻ സിറ്റു എന്ന് പറയുന്നത്. അതിൽ രണ്ടെണ്ണം കേസ്ഡ് ആൻഡ് അൺകേസ്ഡ്. കേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്കവേഷൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പൈലാണ് ആക്ച്വലി കോൺക്രീറ്റ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു എക്സ്കവേഷൻ്റെ 4 സൈഡും നമ്മളൊരു കേസിങ്, ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് ആണ് കോൺക്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഈ ഒരു ഷീറ്റ് ഔട്ട്സൈഡിൽ കൊടുത്ത സ്റ്റീൽ ഷീറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം പൈലിനെയാണ് നമ്മൾ കേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് എന്ന് പറയുക. നമ്മൾ ആ പ്രൊവൈഡ് ചെയ്ത കേസിങ്, നമ്മൾ ഒരു കുഴി എടുത്തു, അതിന് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കേസിങ് കൊടുത്തു ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്തു. ആ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആ കേസിങ് എടുത്ത് റിമൂവ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ കേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് എന്ന് പറയും. അൺകേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന കോൺസെപ്റ്റ്. അതായത് നമ്മൾ ഈ ഒരു കുഴി എടുത്തു, അതിനുശേഷം സൈഡിൽ കേസിങ്, ഒരു സപ്പോർട്ടിന് വേണ്ടി സ്റ്റീൽ പ്ലേറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു, അതിനുള്ളിലേക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്തു. അങ്ങനെ ആ കോൺക്രീറ്റ് ഫില്ല് ചെയ്തത് സെറ്റ് ആവുന്നതോട് കൂടിയിട്ട് സൈഡിലുള്ള ഷീറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, കേസിങ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് എന്ന് പറയുക. സോ ഔട്ട്സൈഡിലുള്ള കേസിങ് റിമൂവ് ചെയ്താൽ അത് അൺകേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസും, ആ കേസിങ് കോൺക്രീറ്റിങ്ങിൻ്റെ കൂടെ അവിടെ നിലനിർത്തി പോവുകയാണെങ്കിൽ അതിനെ കേസ്ഡ് കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് പൈൽസ് എന്നും പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ കാസ്റ്റ് പൈൽസ് ആണ്. കോൺക്രീറ്റ് പൈൽസിലെ ഫസ്റ്റ് വൺ കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് ആണ്, സെക്കൻഡ് വൺ പ്രീ കാസ്റ്റ് പൈൽസ് ആണ്. പ്രീ കാസ്റ്റ് പൈൽസ് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പൈൽസിനെയാണ് പ്രീ കാസ്റ്റ് പൈൽസ് എന്ന് പറയുക. അത് സർട്ടൻ ഫാക്ടറീസ് അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് കുറച്ച് ദൂരെ മാറി എവിടെ നിന്നെങ്കിലുമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പൈൽസിനെയാണ് പ്രീ കാസ്റ്റ് പൈൽസ് എന്ന് പറയുക. സോ ഇതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരും. പക്ഷേ ഓൺ സൈറ്റിൽ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു ബൾക്ക് എമൗണ്ട് പൈൽസ് അറ്റ് എ ടൈം റിക്വയർഡ് ആണ്, അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ മെറ്റീരിയൽ അവൈലബിലിറ്റി ഒന്നും സൈറ്റിലില്ല, സിറ്റുവേഷൻസ് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ പ്രീ കാസ്റ്റ് കൈൻഡ് ഓഫ് പൈൽസ് ഉപയോഗിക്കാൻ വളരെ ഒരു ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ എന്താണ്, വളരെയധികം ടൈം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് പൈൽസിനെ സൈറ്റിലേക്ക് എത്തിക്കാം, ഒരുപാട് പെട്ടെന്ന് നമുക്ക് വർക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. സോ പ്രീ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ രീതിയിൽ തന്നെ കോൺക്രീറ്റിൻ്റെ പൈൽസാണ്. പക്ഷേ നമ്മൾ സൈറ്റിലല്ല കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഫാക്ടറീസിലോ മറ്റ് ഏതെങ്കിലും ഏരിയാസിൽ നിന്നോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് പ്രീ കാസ്റ്റ് പൈൽസ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി സ്ക്വയർ, സർക്കുലർ, അതുപോലെ തന്നെ പോളിഗണൽ ഷേപ്സിലെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ലോഡ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഏത് ഷേപ്പ് വേണം എന്നുള്ളതൊക്കെ ഫിക്സ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്കൻഡ് ടൈപ്പ് ഓഫ് പൈൽ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ സ്റ്റീൽ പൈലാണ്. റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റഡ് സെക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പൈൽസാണ് സ്റ്റീൽ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് വളരെ അധികം ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലാറ്ററൽ ഫോഴ്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ എടുക്കാനും ബക്ലിംഗ് ഓഫ് പൈൽസിന് വരുന്ന ബക്ലിംഗ് മാക്സിമം കുറവായിട്ടുള്ള ഒരു തരത്തിലായിരിക്കും സ്റ്റീൽ പൈൽസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇമ്പാക്റ്റ് ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ടും സ്റ്റീലിന് റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് മറ്റു മെറ്റീരിയൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീലിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു പൈൽ ഇംപ്ലിമെൻറ്റേഷനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ മറൈൻ സ്ട്രക്ചറിൽ അതുപോലെ തന്നെ ഷിപ്സ് പോലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഇമ്പാക്റ്റിന് ചാൻസ് ഉള്ള ഏരിയാസിൽ, അത്തരം ഏരിയാസിലെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റീൽ പൈൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഫംഗസ് അറ്റാക്ക്, കെമിക്കൽ അറ്റാക്സ് ഇതെല്ലാം കമ്പാരിറ്റീവ്ലി ഒരുപാട് കുറവായിരിക്കും. ആൻഡ് ഡ്യൂറബിലിറ്റി മറ്റു മെറ്റീരിയൽസിനേക്കാളും ഡ്യൂറബിളും ആയിരിക്കും. ഓക്കെ, സോ അത്തരത്തിൽ ഡോക്സിലെല്ലാമാണ് മെയിൻലി നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് സ്റ്റീൽ പൈൽസ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ആണ്, നമ്മൾ സ്റ്റീൽ സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലത്തെ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കോമൺലി ഉപയോഗിക്കുന്ന സ്റ്റീൽ പൈൽസ് എന്ന് പറഞ്ഞാൽ എച്ച് ബീം, ബോക്സ് പൈൽസ്, ട്യൂബ് പൈൽസ് എന്ന് പറയുന്ന 3 എണ്ണമാണ് സ്റ്റീൽ പൈൽസിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. എച്ച് ബീം പൈലും, ബോക്സ് പൈലും, സർക്കുലർ പൈലും. ഓക്കെ, സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൾറെഡി പറഞ്ഞു. ലാറ്ററൽ ഫോഴ്സിനെ, ഹൊറിസോണ്ടൽ ഫോഴ്സിനെ, ഇമ്പാക്റ്റ് ഫോഴ്സിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. ഹാൻഡ്ലിങ്ങും അതിന് ഡ്രിവൺ ചെയ്യുന്നതും വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ബിയറിംഗ് കപ്പാസിറ്റി സ്റ്റീൽ പൈലിന് വളരെ അധികമായിരിക്കും, ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ കാസ്റ്റ് അയൺ പൈൽസ് ആണ്. സോ
സിമിലർ ടു സ്റ്റീൽ കാസ്റ്റ് അയൺ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള പൈൽസിനെയാണ് കാസ്റ്റ് അയൺ പൈൽസ് എന്ന് പറയുക. സോ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടിലായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനൊരു ഹാമർ ബ്ലോസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഹാമർ കൊണ്ട് അടിച്ച് താഴ്ത്തുന്ന ആ ഒരു പ്രോസസ്സ് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ബ്രിട്ടിൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഹെലിക്കൽ സ്ക്രൂസ് ഈ ഒരു പൈലിൻ്റെ എൻഡ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പൈല് സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു കാസ്റ്റ് പൈലിൻ്റെ ഒരു ഫിഗർ. ഇതിനെ തന്നെ നമ്മൾ സ്ക്രൂ പൈൽസ് എന്നും പറയാറുണ്ട്. അതിൻ്റെ ടാപ്പറിങ് പോയിൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ എഡ്ജ് ഉണ്ടായിരിക്കുക. സോ അത് നമ്മൾ വെച്ചിട്ട് സ്ക്രൂസ് ടൈറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ടിമ്പർ പൈലാണ്. as the name indicates ടിമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പൈൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ടിമ്പർ പൈൽസ് എന്ന് പറയുക. മരങ്ങളുടെ ട്രങ്ക്സാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കോമൺലി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ട്രീയുടെ സ്റ്റെമ്മാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഏരിയാസിലൊന്നും നമ്മൾ ഉപയോഗിക്കില്ല. ടെമ്പററി കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനുമാണ് നമ്മളിത് യൂഷ്വലി ഉപയോഗിക്കാറുള്ളത്. വളരെ കോസ്റ്റ് കുറവാണ്, സ്കിൽഡ് ആളുകളുടെ സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. ദെൻ നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പൈലാണ് ടിമ്പർ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഫിഗറാണ് സ്റ്റീൽ ടിമ്പർ പൈലിൻ്റെതാണ് ഫസ്റ്റ് ഫിഗർ കാണിച്ചിട്ടുള്ളത്. സോ അതിലുള്ള മറ്റൊരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊരു ടിമ്പർ സെക്ഷൻ ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ടാപ്പറിങ് കൊടുത്താലും മണ്ണിലേക്ക് ഇത് അടിച്ച് താഴ്ത്തുമ്പോൾ അതിൻ്റെ എഡ്ജ് അല്ലെങ്കിൽ ആ ടാപ്പറിങ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടിപ്പിൽ നമ്മളൊരു കാസ്റ്റ് അയൺ ഷൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു പോയിൻറ്റിലൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു സോയിലിലേക്ക് ഇത് അടിച്ച് താഴ്ത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് കൂടെ കൊടുത്തത് കാണാം. നമ്മൾ ഹാമറിങ് അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിന് മുകളിൽ ബ്ലോ ചെയ്യുമ്പോൾ ഈ ഒരു ടിമ്പർ സെക്ഷൻ പൊട്ടാതിരിക്കാൻ, ഡാമേജ് വരാതിരിക്കാൻ നമ്മളിതിൻ്റെ ടോപ്പിലായിട്ടൊരു സ്റ്റീൽ പ്ലേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ കോമ്പോസിറ്റ് പൈലാണ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഏതെങ്കിലും രണ്ടോ അതിലധികമോ മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പൈൽസിനെയാണ് കോമ്പോസിറ്റ് പൈൽസ് എന്ന് പറയുന്നത്. ടിമ്പർ കോമ്പിനേഷൻ അതുപോലെ തന്നെ ടിമ്പർ ആൻഡ് കോൺക്രീറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കോമ്പോസിറ്റ് പൈൽ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പോസിറ്റ് പൈൽ എക്സാമ്പിളാണ്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ടിമ്പർ ആൻഡ് കോൺക്രീറ്റ് കോമ്പോസിറ്റ് ആണ്. അതിൻ്റെ ഏറ്റവും ബോട്ടം ആയിട്ട് ടിമ്പർ പൈലും അതിന് മുകളിലേക്ക് കോൺക്രീറ്റ് പൈലുമാണ് ചെയ്തിട്ടുള്ളത്. അതായത് ടിമ്പർ സെക്ഷൻ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കോൺക്രീറ്റിലുള്ള ഒരു പൈലിംഗ് കൂടെ കൊടുത്ത് സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് പൈൽസിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ സാൻഡ് പൈലാണ്. സാൻഡ് പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഈ ഒരു പൈലിംഗ് ചെയ്യാനുള്ളത് അവിടെ നമ്മൾ മണ്ണെടുത്തതിന് ശേഷം സാൻഡ് ഫില്ല് ചെയ്യും. അങ്ങനെ അതിൻ്റെ മുകളിൽ ഏകദേശം ഒരു 1 മീറ്റർ ഡെപ്തിൽ കോൺക്രീറ്റും കൂടെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് സാൻഡ് പൈൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോമ്പോസിറ്റ് സെക്ഷനോ അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലോ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ടിടത്ത് ഹോൾസ് ഉണ്ടാക്കിയിട്ട് അവിടെ സാൻഡ് ഫില്ല് ചെയ്യും, അതിൻ്റെ ടോപ്പിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുക. ആ രീതിയിലുള്ള ഫൗണ്ടേഷൻസിനെയാണ് സാൻഡ് പൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, വളരെ എക്കോണമിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൊസിഷനെ, അതായത് ഈ ഒരു പൈലിങ്ങിൻ്റെ പൊസിഷനെ വാട്ടർ ടേബിൾ അഫക്റ്റ് ചെയ്യാത്ത ഏരിയാസിൽ ഇത് വളരെ അപ്ലിക്കബിളാണ്. കാരണം അവിടെ വെള്ളം വരുന്നൊരു ഏരിയ ആണെങ്കിൽ ഈ മണലിന് സീപ്പേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് സാൻഡിന്. സോ അതില്ലാത്തൊരു ഏരിയ ആണെങ്കിൽ സാൻഡ് പൈൽസും വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു തരത്തിലുള്ള ഫൗണ്ടേഷൻസാണ്. ഓക്കെ, ദെൻ മേജർ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഡീപ്പ് ഫൗണ്ടേഷനിൽ നമ്മൾ ആദ്യ ക്ലാസിഫിക്കേഷൻ പറയുന്നത് പൈൽ ഫൗണ്ടേഷൻസ് ആണ്. അതിൻ്റെ ബേസ്ഡ് ഓൺ ഫംഗ്ഷനുള്ള ക്ലാസിഫിക്കേഷനും ബേസ്ഡ് ഓൺ മെറ്റീരിയലുള്ള 2 സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ ഇനി നമ്മൾ പറയാനുള്ളത് വെൽ ഫൗണ്ടേഷൻസ് ആണ്. അതായത് ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്ന സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. ബ്രിഡ്ജ് പോലുള്ള അല്ലെങ്കിൽ വാട്ടർ റിട്ടേണിംഗ് സ്ട്രക്ചേഴ്സിന് എല്ലാം കൊടുക്കുന്ന ബേസിക് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് വെൽ ഫൗണ്ടേഷനാണ്. ആ പേര് വരാനുള്ള കാരണം വെൽ ഷേപ്പ്ഡ് ആയതുകൊണ്ട് തന്നെ, ഒരു കിണറിൻ്റെ ഷേപ്പിൽ കൊടുക്കുന്ന ഫൗണ്ടേഷൻസ് ആയതുകൊണ്ടാണ് അതിന് വെൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാ പൈൽ ഫൗണ്ടേഷൻ എല്ലാം കൊടുത്തതിലും കൂടുതൽ ഡെപ്തിലാണ് ഈ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത് എങ്കിൽ അത്തരം ഫൗണ്ടേഷൻസിനെയാണ് നമ്മൾ വെൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വെൽ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയാസിൽ അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷൻസ് കൊടുക്കുന്ന ഏരിയാസിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ വരുന്ന സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ അത്രയും മാസീവായിരിക്കും. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ആണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഫൗണ്ടേഷൻ അത്രയും സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള
അത്രയും ഡീപ്പ് സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൊരു സെക്ഷൻ ആയിരിക്കണം. സോ അത്തരം ഏരിയാസിൽ നമ്മൾ കൊടുക്കുന്നതാണ് വെൽ ഫൗണ്ടേഷൻ. ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു വെൽ ഫൗണ്ടേഷൻ്റെ മുകളിലായിട്ടായിരിക്കും ബ്രിഡ്ജിൻ്റെ പില്ലർ അല്ലെങ്കിൽ പെയേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൽ ഫൗണ്ടേഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഷേപ്പ് ഓർ സെക്ഷൻ. സർക്കുലർ, ട്വിൻ സർക്കുലർ, ഡബിൾ ഡി, ഡംബ് ബെൽ, ട്വിൻ ഹെക്സഗണൽ, റെക്ടാങ്കുലർ. ബേസ്ഡ് ഓൺ ഇറ്റ്സ് ക്രോസ് സെക്ഷൻ 6 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. സോ ആ 6 ക്ലാസിഫിക്കേഷൻസിൻ്റെ ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ സർക്കുലർ വെൽ ഫൗണ്ടേഷൻ, സെക്കൻഡ് വൺ ട്വിൻ സർക്കുലർ, 2 സർക്കിൾസ് ഉള്ള ടൈപ്പിലാണെങ്കിൽ ട്വിൻ സർക്കുലർ വെൽ ഫൗണ്ടേഷൻ, ദെൻ റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ, ഫോർത്ത് വൺ ട്വിൻ ഹെക്സഗണൽ, 2 ഹെക്സഗണൽ ഫൗണ്ടേഷൻ, ദെൻ ഡംബ് ബെൽ ഷേപ്പിലുള്ള ഫൗണ്ടേഷൻ ആൻഡ് ഡബിൾ ഡി, 2 ഡി മിറേഡ് ആയിട്ടുള്ളൊരു ഷേപ്പിലാണെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസാണ് വെൽ ഫൗണ്ടേഷൻസിന് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷനും. പൈൽ ഫൗണ്ടേഷനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വെൽ ഫൗണ്ടേഷനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ആ ഓരോ മെയിൻ ക്ലാസിഫിക്കേഷനിൽ വരുന്ന സബ് ടൈപ്സ് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫിഗർ എന്താണ്, എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഈ ഒരു ബേസിക് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത്. മെയിൻലി നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ എനി ടു ഡീപ്പ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എനി ടു ഷാലോ ഫൗണ്ടേഷൻ, ആ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുക. സോ ഏതൊക്കെയാണ് ഫൗണ്ടേഷൻസ്, ഏതൊക്കെയാണ് അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ഫിഗർ എന്താണ്, ഇതിൻ്റെ പർപ്പസ്, ആ രീതിയിലുള്ളൊരു ഡാറ്റ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കൂടുതൽ അതിൻ്റെ ഫർദറായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൻ്റെ കോമ്പണൻസ്, അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സെഷനിലേക്ക് നമ്മൾ ഈ ഒരു ബേസിക് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ പോകേണ്ട ആവശ്യമില്ല. സോ ഏതൊക്കെയാണ് ടൈപ്സ്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫിഗേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. ആൾമോസ്റ്റ് പൈൽസിനും അതിൻ്റെ പേരിൽ തന്നെ എന്താണ് അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.